നിലമ്പൂർ എം.എൽ.എ. പി.വി. അൻവറിന്റെ രാഷ്ട്രീയ നിലപാടുകൾ കഴിഞ്ഞ ഏതാനും ദിവസമായി കേരള രാഷ്ട്രീയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൻവർ CPIM-യുമായുള്ള ബന്ധം ഉപേക്ഷിച്ചതും തുടർന്ന് DMK എന്ന പേരിൽ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതും പാലക്കാട് തിരഞ്ഞെടുപ്പിലും മറ്റും അൻവറിന്റെ നിലപാടുകളും കേരള രാഷ്ട്രീയം സജീവമായി ചർച്ച ചെയ്തിരുന്നു. ഇപ്പോൾ പി.വി. അൻവറിനെ കുറിച്ച് പ്രതികരിക്കുകയാണ് UDF കൺവീനർ MM ഹസൻ. അൻവറിനെ UDF-ൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട നിലവിൽ ആലോചനകളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഉപാധികളുമായി വരുന്നവരെ UDF-ഓ കോൺഗ്രസോ സ്വീകരിക്കാൻ തയ്യാറല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോവാം. അതിനകത്ത് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും അസംതൃപ്തിയൊക്കെ ഉണ്ടാകും. പിടിച്ചെടുക്കാൻ തീരുമാനിച്ചപ്പോൾ എന്ത് വില കൊടുത്തും ചേവായൂർ ബാഗ് പിടിക്കാൻ തീരുമാനിച്ചതുകൊണ്ടാണ് 2000 ആളുകൾ അവിടെ സംഘടിപ്പിച്ചത്. ആ 2 ID കാർഡ് വന്നവർക്കെല്ലാം വോട്ട് ചെയ്യാൻ അവസരം. ഇത് കേരള ഒട്ടുക്ക് നടക്കുന്നത് കൊണ്ടാണ് സഹകരണ മന്ത്രിയുടെ അറിവും അല്ലെങ്കിൽ അവരുടെ സമ്മതവും ഇല്ലാതെ ചെയ്യാൻ അവർ തയ്യാറാവില്ല. മാത്രമല്ല ഈ ഉദ്യോഗസ്ഥന്മാരെ അവരുടെ ഉത്തരവാദിത്വമല്ലേ ലംഘിച്ചത്. അവർക്കൊരു നടപടി ഉണ്ടാവില്ല എന്ന് ധൈര്യം ഉണ്ടെങ്കിലല്ലേ അവർ ചെയ്യണം. അതുകൊണ്ട് പറഞ്ഞതാണ് ഇത്തരം ബാഗുകൾ പിടിക്കാൻ പാർട്ടി തീരുമാനിച്ചു. ഗവൺമെന്റിന്റെയും മന്ത്രിയുടെയും ഒക്കെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് അവരെ ഉദ്യോഗസ്ഥന്മാരെ ധരിപ്പിക്കും. എല്ലായിടത്തും നടക്കുന്നു, തിരിച്ചുവിടുന്നു, പിടിച്ചെടുക്കുന്നു. അതുകൊണ്ട് ഈ കഴുത്തിൽ കൊല്ലുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ UDF-ന്റെ കക്ഷി നേതാക്കളുടെ യോഗത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ചില മുന്നൊരുക്കങ്ങൾ തുടങ്ങിയപ്പോഴാണ് ഈ ഉപതെരഞ്ഞെടുപ്പുകൾ വന്നത്. അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. അതിനിടയ്ക്ക് നടന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും UDF-ന് നല്ല വിജയം നേടാൻ കഴിഞ്ഞു. അത് നിലനിർത്തിക്കൊണ്ട് അതിന്റെ മുന്നൊരുക്കങ്ങൾ ഇടയ്ക്ക് തെരഞ്ഞെടുപ്പ് കാരണം നിർത്തിവെച്ചിരുന്നത് പുനരാരംഭിക്കാൻ തീരുമാനിച്ചു. വാർഡ് വിഭജനത്തെ സംബന്ധിച്ച് ഓരോ പ്രദേശത്തും ഞങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള കമ്മിറ്റികൾ ഉണ്ടാക്കി അത് പരിശോധിച്ച് പരാതികൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പരാതി ഉദ്യോഗസ്ഥന്മാരുടെ കമ്മിറ്റി അംഗീകരിക്കുന്നില്ലെങ്കിൽ ഞങ്ങള് തീർച്ചയായിട്ടും കോടതിയിലേക്ക് പോകും, നിയമ നടപടികൾ സ്വീകരിക്കും. പി.വി. അൻവറിനെ ഇപ്പൊ കൊണ്ടുവരേണ്ട കാര്യമൊന്നും UDF-നില്ല. ഞങ്ങളത് ചർച്ച ചെയ്തിട്ടുമില്ല, ആലോചിച്ചിട്ടുമില്ല. അല്ല, അൻവർ ഇല്ലാതെ തന്നെ ഇപ്പൊ ഒരുപാട് ഗുണം ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിലൊക്കെ അത് അദ്ദേഹം ഇവിടെ വരാൻ തീരുമാനിക്കുമ്പോ അപ്പൊ പറയട്ടെ. അപ്പൊ ഞങ്ങള് കോൺഗ്രസ് UDF ആലോചിക്കും. എനിക്കറിയില്ല. മുന്നണി ഇപ്പൊ ഉള്ള മുന്നണി ഭദ്രമാണ്. ഈ മുന്നണിയിൽ തന്നെയാണല്ലോ ഞങ്ങൾക്ക് പാലക്കാട് വയനാടും ഒക്കെ നല്ല വിജയം ഉണ്ടായി. മുന്നണി വിപുലീകരണം ഞങ്ങൾ ആലോചിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ. അപ്പൊ അതിന് മുന്നോട്ട് വരും. ആ സമയത്ത് ഞങ്ങളാണ് ഇപ്പൊ അതിന്റെ ആലോചന ചർച്ചയ്ക്ക് ഇപ്പൊ പ്രസക്തിയില്ല. അൻവറുമായുള്ള ചർച്ചകൾ നടന്നിട്ടില്ല. അൻവറുമായിട്ടൊന്നുമില്ല. അൻവർ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോ അൻവർ എന്ന ഒരു വലിയ പാർട്ടിയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് തെറ്റിപ്പോകുന്ന ആളുകൾക്കെല്ലാം അഭയം നൽകേണ്ട ഒരു പാർട്ടിയല്ല കോൺഗ്രസ് പാർട്ടി. ഇതിന്റെ ആശയങ്ങളിലും ഇതിന്റെ നയങ്ങളിലും വിശ്വാസമുള്ളവർ കോൺഗ്രസ് പാർട്ടിയിലേക്ക് അവര് മറ്റെന്തിന്റെങ്കിലും പേരിലല്ല, ആത്മാർത്ഥമായി കോൺഗ്രസിനോട് സഹകരിക്കണമെന്നോ ആഗ്രഹിക്കുമ്പോൾ ആ സമയത്ത് ഞങ്ങൾ അങ്ങനെയുള്ള ആളുകളുമായി സംസാരിക്കും. അത്രേ ഉള്ളൂ. സന്ദീപ് വാര്യർ അങ്ങനെയാണല്ലോ, ഉപാധികളില്ലാതെ വന്നതന്നെ. അതുകൊണ്ടല്ലേ അയാളെ സ്വീകരിച്ചു. ഇതിപ്പോ മറ്റുള്ള ആളുകൾ പലരും ഉപാധിയോടുകൂടിയാണ്. ആ ഉപാധിയോടുകൂടി ആരെയും എടുക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നു. എനിക്കറിയില്ല, എന്നോട് സംസാരിച്ചിട്ടില്ലല്ലോ. സംസാരിച്ചവരോട് വെച്ചാലും ഞങ്ങളോടൊന്ന് പറയാതിരുന്നാലും ഞങ്ങള് അങ്ങനെ ഉപാധി വെച്ച് വരുന്നവരെ ആരും ഇപ്പൊ എടുക്കേണ്ട ഒരു രാഷ്ട്രീയ ഗതികേടുള്ളപ്പോഴാണല്ലോ ആര് വന്നാലും എടുക്കുന്നത്. അത്തരം ഒരു രാഷ്ട്രീയ ഗതികേട് കോൺഗ്രസിന്. അൻവറും സന്ദീപ് വാര്യരും ഒരുപോലെയല്ല എന്നും പലരും കോൺഗ്രസിനെയും UDF-നെയും സമീപിക്കുന്നത് ഉപാധികളുമായാണ് അത്തരക്കാരെ എടുക്കുന്നതിനെ കുറിച്ച് തങ്ങൾ ആലോചിച്ചിട്ടില്ല എന്നുമാണ് MM ഹസൻ വ്യക്തമാക്കിയിരിക്കുന്നത്. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നത് യാതൊരു ഉപാധികളും ഇല്ലാതെയാണ്, അതിനാലാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. കോഴിക്കോട് നിന്നും മറുനാടൻ മലയാളിക്ക് വേണ്ടി നിഖിൽ കക്കാടത്ത്,